أما والله لو علم الأنام لما خلقوا لما غفلوا മനുഷ്യൻ സദാസമയം അവൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവന് ചിന്തയുണ്ടെങ്കിൽ അവന് ഗഫലത്ത് വരികയില്ല, അവനെ ഗഫലത്ത് ബാധിക്കുകയില്ല. മമാതുൻ തുമ്മ ഖബറുൻ തുമ്മ ഹസൂതുബീഖുൻ വഹ്വാലുൻ വമൂ. മരണം അവന്റെ മുന്നിൽ വരാനുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, മനസ്സ് തുറക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരാളെയും വിടൂല, ഒരാളെയും വിടൂല. സമയമെത്തിയാൽ പിന്നെ ഒരാളെയും വിടുകയില്ല. എത്ര രാജാവായിട്ടും കാര്യമില്ല, എത്ര വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടും കാര്യമില്ല, എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. فمحمدنا هو سيدنا فالعز لنا لإجابته الله 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 الله. ദുനിയാവിൽ ആരെ തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, അവന്റെ അടിമയാണ് നമ്മൾ. അവനല്ലാതെ നമ്മളെ മേലൊരാൾക്കും അധികാരമില്ല. അവന് വഴിപ്പെടുന്ന കാര്യം നമുക്കറിയുകയും ചെയ്യും. 5 വഖ്ത് നിസ്കരിക്കണമെന്ന് നമുക്കറിയും. മുഅ്മിനീങ്ങളെ അറിയാത്തവരാരാ? ഇങ്ങനെ ശർത്തും ഫർദും അറിയൂല എന്ന് ഒരാൾ പറയരുത്, അറിയൂല എന്ന് പറയരുത്. ഓനത് നിസ്കാരം വിഷയമാണെങ്കിൽ ശർത്തും ഫർദും പഠിക്കും. ഓനാ നിസ്കാരം ഒരു വിഷയമാണ് എങ്കിൽ ആ ശർത്തും ഫർദും പഠിച്ചിരിക്കും. ഇങ്ങോട്ട് നോക്ക്. അതെന്തോ അങ്ങനെ തന്നെയാണ്. അതിപ്പോ ഒരു വാഴക്കുട്ടിയാണ്, ഒരു ചെറിയ വാഴക്കുട്ടിയാണ്. ഈ വാഴക്കുട്ടി കൃഷിഭവനിൽ നല്ല പുതിയ ഒരു ഇനം വാഴ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായും കർഷകർ പാഞ്ഞു ചെല്ലും. എൻ്റെ വാപ്പ ഒരു കർഷകനാണ്, വല്യാപ്പയും കർഷകനാണ്. അതുകൊണ്ട് ഞാൻ കൃഷിയുടെ ഉദാഹരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. ഞങ്ങൾ കുടുംബത്തോടുകൂടെ കർഷകന്മാരാണ്. ഞാനിങ്ങനെ ഭാഗ്യക്കേടിനോ മൂല്യരായി പോയതാണ്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറയണത്? ഈ ഒരു ഉദാഹരണം പറയാം. ഈ വാഴക്കുട്ടി, ഈ വാഴക്കന്ന് കൃഷിഭവനിൽ നിന്ന് ആ മൊബൈലൊക്കെ ഒന്ന് ഓഫ് ചെയ്താൽ മുതലാളിമാരെ കുറച്ച് നേരം അള്ളാന്റെ ദീൻ പറയല്ലേ ഒന്ന് ഒഴിവാക്കി. ഈ ഒരു വാഴക്കന്ന് നിങ്ങൾ നോക്കി, ഈ വാഴക്കന്ന് നമുക്ക് കൃഷിഭവനിൽ കിട്ടുകയാണ് എങ്കിൽ ശ്രദ്ധിക്കണേ, നിങ്ങൾ നോക്കിയേ. കൃഷിഭവനിൽ ചെന്നാൽ ഇത് ഇന്നാൽ ഇന്നതാണ്, ഇത് കിൻഡൽ വാഴയാണ്, ഒരു കിൻഡൽ ഉണ്ടാവും കൊല. അപ്പൊ പിന്നെ അവൻ അങ്ങോട്ട് ചോദിക്കും, ഇതെങ്ങനെയാണ് കുഴിച്ചിരുന്നത്? കുഴിച്ചിടുന്നതിന് മുമ്പ് എത്ര പാട്ടാ ചാണകാണ് ഇടേണ്ടത്? എത്ര പാട്ടാ ചാണകിടണം, എത്ര പാട്ടാ വെണ്ണൂറിടണം? കൃഷിഭവനിലെ ഓഫീസർ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പൊ കൃഷിഭവനിലെ ഓഫീസർ പറഞ്ഞേ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കുഞ്ഞുമേമതെ, പക്ഷെ എനിക്ക് ചോറുന്നിട്ടില്ല. ഞാൻ ചോറിന് വരട്ടെ, മണി 1:30 എങ്കിലും 3:30 മണി വരെ അവിടെ ഇരിക്കും. എന്തുകൊണ്ട്? ഈ വാഴ കൊലച്ചാൽ 1 കിൻഡൽ ഉണ്ടാവുമെന്നും തൽക്കാലം നിന്ന് തിരിയാനുള്ള പൈസ അങ്ങാടി കൊണ്ടുപോയി വിറ്റാ കിട്ടുമെന്നും അവന് പറയും. മനുഷ്യന്മാരെ അറിയും. അതിന് ഈ കിൻഡൽ വായനെ പറ്റി അറിഞ്ഞോണ്ടല്ല അള്ളാഹുവിനെ വെക്കണ്ട. നിങ്ങളത് കൃഷി ചെയ്യാൻ അതിന് നല്ല നിപുണന്മാരാവാനില്ലേ 2 ആളുകളുണ്ട്. അവർക്ക് ചില്ലറ ഒരു 100 റുപ്യ കൊടുത്താൽ അവർ ഭംഗിയായി വെച്ച് തരും. അതിന് അവർക്ക് ചില അതിന്റെ ചേരുവയൊക്കെ അവർക്ക് അറിയുമെന്ന് പറഞ്ഞാൽ ആ പൈസ കളഞ്ഞിട്ട് അവനെ മോട്ടോർ സൈക്കിൾ പോയി കൊണ്ടുവന്നിട്ടും അത് ചെയ്യിപ്പിക്കും. എന്തുകൊണ്ട്? ഈ വാഴക്ക് കിട്ടുന്ന കല്ലാബൽ തുഹിബ്ബൂനൽ ആജില, ഇതിന്റെ ക്ഷണികമായും ആണെങ്കിലും ആ ലാഭത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ട്. നേരെ മറിച്ച് നിസ്കരിച്ചാൽ അതിന്റെ ലാഭത്തെ കുറിച്ച് നമുക്ക് ബോധമില്ലാത്തതുകൊണ്ട് അതിന്റെ ഷർത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇത് ഇവിടെ തന്നെ കായ്ക്കണ കൊലയാണെങ്കിൽ എല്ലാവരും പഠിച്ചിരുന്നു. ഇത് ഇവിടെ കായ്ക്കൂല, ഭൂമിന്റെ അടിയിലേ കായ്ക്കൂലൂ. നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഓരോ നിസ്കാരവും കഴിയുമ്പോഴത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ തന്നെ കൊലക്കായിരുന്നുവെങ്കിൽ പറയും മനുഷ്യന്മാരെ. ഓരോ നിസ്കാരം, ആഴ്ചയിലെ നിസ്കാരം, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ, വെള്ളിയാഴ്ച അസർ നിസ്കാരം കൊണ്ട് കൊലക്കും. നിങ്ങൾ കൊലയാണ് വെട്ടിയിട്ട് അങ്ങാടി കൊണ്ടാകാം എങ്കിൽ അതൊക്കെ ഓരോരുത്തരും മെച്ചപ്പെടുത്തിയ കൊല കൊൽപ്പിക്കും. ഞാനൊരു കന്ന് വാങ്ങി, ഉസ്താദ് വേറൊരു കന്ന് വാങ്ങി, കന്ന് വാങ്ങി, നിങ്ങളൊരു കന്ന് വാങ്ങാണ് എങ്കിൽ ഓരോരുത്തരും മത്സരിക്കും. കാസിമിയുടെ കൊലയേക്കാൾ വലിയ കൊലയാണ് നമ്മളെ കൊല.
നിങ്ങളെ കൊല കാണുമ്പോ ഞാൻ വിചാരിക്കും അടുത്ത നിങ്ങളെക്കാൾ വലിയ കൊല ഞാൻ വിട്ടു. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. ഈ നിസ്കാരം എന്ന ഈ മരത്തിന്റെ കൊല ദുനിയാവിൽ വെട്ടുന്ന കൊലയാണ് എങ്കിൽ ഓരോരുത്തരും അതിന്റെ ഷർത്തും പറന്നും ഒക്കെ കീർത്തിയാക്കും. പക്ഷേ പ്രശ്നം എന്താ? അത് ഭൂമിന്റെ മുകളിൽ ആ കൊല വെട്ടൂല, ഭൂമിന്റെ അടിയിലെ വെട്ടുള്ളൂ. അത് പിന്നെ നമുക്ക് എന്താന്നൊരു ഉറപ്പപ്പെടില്ല. മുമ്പ് ഒരു വയറിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അരിക്കൂട്ടുകാരനായ ഒരാൾ എന്നോട് തമാശ ചോദിച്ച്, ചിലപ്പോ നമുക്ക് പിടൽപെടാനും സാധ്യതയില്ലേന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് നമ്മൾ കള്ളുടിച്ചാൽ നരകാണ്, തോന്നിയാസം ചെയ്താൽ നരകാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ നരകമില്ലെങ്കിലോ എന്ന് ചോദിച്ചു. നമുക്ക് പടിയും സുഖമല്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് ഇപ്പൊ നമ്മുടെ ഈമാൻ. പിന്നെന്തിനാ നിസ്കരിച്ചു എന്ന് ചോദിച്ചാല് എങ്ങാനും നരകം ഉണ്ടാവുകയാണെങ്കിൽ കൂടുകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഉണ്ടെന്നൊരു ഉറപ്പൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. وبالآخرة هم يوقنون وبالآخرة هم يوقنون. യഖീനാണ് വേണ്ടത്. ഇതിനപ്പുറം ഞാൻ ജയിക്കൂല, എനിക്ക് തോറ്റു, ഞാൻ മുനാഫിഖാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഹംള റളിയല്ലാഹു അൻഹു. ആരടുത്തേക്ക്? സയ്യിദുനാ സിദ്ദീഖിന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നാഫിഖ ഹംള, ഞാൻ മുനാഫിഖ. എനിക്ക് ഹബീബായ നബിയുടെ അടുത്തൊരു സ്വഭാവമാണ്, വീട്ടിൽ ചെന്നാൽ വേറൊരു സ്വഭാവമാണ്. അബൂബക്കറെ, ഞാൻ മുനാഫിഖാണ് എന്ന് ഹംള കരഞ്ഞുകൊണ്ട് പറഞ്ഞു സിദ്ദീഖിനോട്. അപ്പോൾ അബൂബക്കർ ഇങ്ങനെ ചിന്തിക്കുകയും സ്വന്തം നഫ്സിലേക്ക് ആഴത്തിൽ ആലോചിക്കുകയും ചെയ്തു. അബൂബക്കർ മുനാഫിഖനല്ലേ? ഹംള മുനാഫിഖാണ് എന്ന് വന്ന് പറഞ്ഞു. ഹംള, എനിക്ക് മുത്ത് നബിയുടെ മുന്നിൽ ഒരു സ്വഭാവമാണ്, വീട്ടിൽ പോയാ പേടിനം എന്റെ കൽബിലില്ല. അള്ളാന്റെ ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോ പേടിയാണ്, ബേജാറാണ്, കരച്ചിലാണ്, പിഴിച്ചിലാണ്. വീട്ടിൽ പോയാൽ എനിക്ക് ആ ബേജാറുമില്ല എന്ന് ഹംള പറഞ്ഞു മഹാനായ സിദ്ദീഖുൽ അക്ബറിനോട്. അപ്പോൾ സിദ്ദീഖ് ആലോചിക്കുന്നത് ഹംള മുനാഫിഖാണോ എന്നല്ല. അബൂബക്കർ മുനാഫിഖാണെന്ന് സയ്യിദുനാ സിദ്ദീഖ്. ആകാശഭൂമികൾക്കിടയിൽ ഇതിനേക്കാൾ വലിയൊരു മഹാനില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മഹാൻ ആലോചിച്ചത് ഞാൻ മുനാഫിഖാണെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, എന്തേ നല്ലവരങ്ങനെയാണ്? നല്ലൊരു വേറുള്ളവരെ കുറ്റമല്ല നോക്കുക, പറയേ അനാരോഗ്യത്തെ നോക്കും, സ്വന്തം നഫ്സിന്റെ കുറ്റം നോക്കും. എനിക്ക് നന്നാവണം, ഞാൻ മോശം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ വിഷയത്തിന്റെ മർമ്മാണ് നിങ്ങളോട് ഈ പറഞ്ഞത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ സതുപദേശം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ രണ്ടാം സ്ഥാനമാണുള്ളത്. നഫ്സിൽ ഒരാൾ നന്നാകാൻ തയ്യാറാകാതെ അയാൾക്ക് നന്നാൻ കഴിയില്ല. പിന്നെ നന്നാകും എപ്പോൾ റൂഹ് തൊണ്ടേ കിട്ടുന്ന ആ നേരത്തെ നന്നായിട്ട് എന്താ കാര്യം? من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. ഒരാൾ നന്നായാൽ അതിന്റെ ലാഭം അവനാണ്, ഒരാൾ പഴച്ചാൽ അതിന്റെ നട്ടവും അവന് തന്നെയാണ്. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കേണ്ടി വരികയില്ല. പാപ്പാന്റെ പാപഭാരം മക്കൾ വഹിക്കേണ്ടി വരൂല, മക്കളുടെ പാപഭാരം പാപ്പ വഹിക്കേണ്ടി വരികയില്ല. ഞാൻ നന്നായ എനിക്കുന്നു, നിങ്ങൾ നന്നായ നിങ്ങൾക്ക്, ഞാൻ നന്നായ എനിക്ക്, നിങ്ങൾ നന്നായ നിങ്ങൾക്ക്. ഒരാൾ നന്നായാൽ അതിന്റെ ലാഭം അവൻ തന്നെയാണ്. നഷ്ടം അവൻ തന്നെയാണ്. മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. ഞാൻ ഇന്നലെ ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചതിന്റെ അടിസ്ഥാനം? ഓഫലത്ത് മനുഷ്യനെ ബാധിച്ചു പോയിരിക്കുന്നു. ഒരുതരം ഓഫലത്ത്, അശ്രദ്ധ, ഒരുതരം അശ്രദ്ധ വന്നു പോവുക. ഒരു അശ്രദ്ധ, ഒരു ബോധമില്ല. നമ്മനറിയില്ലേ? അറിയും, പക്ഷെ ബോധമില്ല.
ടിക്കറ്റ് എടുത്തു. എന്താ പറയാ, മദ്രാസിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. വന്നു, ടിക്കറ്റും കൊണ്ട് വന്ന് പ്ലാറ്റ്ഫോമിൽ വന്നു. 10-250 റുപ്യയുടെ ടിക്കറ്റ്, അല്ലെങ്കിൽ AC ആണെങ്കിൽ അത് ഒരു 1000-1500 റുപ്യേൻ്റെ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ വന്നു. ഇങ്ങനെ നിൽക്കുക. വണ്ടി ഇപ്പം 5 മിനിറ്റ് 8 മിനിറ്റിൻ്റെ ഉള്ളിൽ വണ്ടി വരും എന്ന് പിന്നെ അറിയാം. പക്ഷെ ആ ബോധമനില്ല, വേറെ തരം ബോധം. ഒരു ചായ കുടിക്കാൻ പോയത് അങ്ങനെ ഇറങ്ങി അങ്ങനെയാണ് പോയി. പിന്നെ നല്ല ചായ നോക്കി അങ്ങനെയാണ് പോയി പാളയത്തെത്തി. നിങ്ങൾ ഇവിടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കയ്യിൽ എന്തുണ്ട്? ടിക്കറ്റ് ഉണ്ട്, മദ്രാസിക്ക് പോകണം. 1000-1500 റുപ്യേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് നടന്നു. ചായ നല്ല നോക്കി അങ്ങനെയാണ് നടന്നു. അയൽവാസിന്റെ അല്ലെങ്കിൽ കുടുംബക്കാരനുണ്ട് ഇവിടെ അവിടെ ആ പാളയത്ത് നിന്നാണ് തിരിഞ്ഞോടുത്ത് പണ്ടൊരു ഒരുത്തൻ്റെ പീടി ഉണ്ടായിരുന്നു. അവിടെ നല്ല 1-ാം നമ്പർ ചായ ഇട്ട് നമുക്കൊന്ന് പോയി നോക്കാം. വണ്ടി വരാൻ 8 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ നടന്നു. ഇവന് വണ്ടി വരും എന്ന് അറിയില്ലേ? അറിയും. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നറിയില്ലേ? അതും അറിയാം. ഇന്ന് രാത്രി മദ്രാസിൽ വെളുപ്പിന് എത്തണം എന്നറിയില്ലേ? അതും അറിയാം. പിന്നെന്താ അവന്റെ പ്രശ്നം? ഓഫലത്ത്. ഇതന്നെ മാപ്പിളാരെ പ്രശ്നം, ഓഫലത്ത്. വിവരമില്ലായ്മല്ല, ഒക്കെ വിവരം. മോലിയര് തൽക്കാലം വരാൻ നേരം വൈകിയാൽ കള്ളിക്കുപ്പായക്കാര് വേറെ എവിടെ ഇരുന്ന് ആയത്ത് അരിയത്ത് ഓതി വെള്ളം അറിയാൻ പറ്റിയ ആളുകൾ ഇപ്പം സസിലുണ്ടോ? മോലിയര് തൽക്കാലം എത്തിയില്ലെന്ന് വെച്ചാൽ തന്നെ അത്യാവശ്യം ഒരു മേശറക്കും കൂത്തുപോതാനൊന്നും ഞങ്ങൾ കുടുങ്ങൂലെന്ന് എത്രയോ കമ്മിറ്റിക്കാർ ഈ അടുത്ത ദിവസം വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം മോലിയർ വന്നിട്ടില്ലെങ്കിലും അതിനൊക്കെ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട് എന്ന്. കുപ്പായം കുറച്ച് നീളൂല എന്നേ ഉള്ളൂ, എന്നാലും ജുമായ മുടങ്ങൊന്നുമില്ല മോലിയര് എന്ന് പറഞ്ഞ സദസ്സിലും ഞാൻ ഈ കൊല്ലം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ കൂത്തുപോതാനും അറിയും, വേഗം അറിയാനും ഒക്കെ അറിയും. പിന്നെന്താ, മദ്രാസ് പോകണമെന്ന് അറിയും, ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് അറിയും, 8 മിനിറ്റിന്റെ ഉള്ളിൽ വണ്ടി വരും എന്നറിയും, മദ്രാസ് മെയിൽ വന്നാൽ 1 മിനിറ്റ് 2 മിനിറ്റോട് പോകുന്നും അറിയും. പക്ഷെ പിന്നെന്താ വിഷയം? ഓഫലത്ത്. ഒരു ഓഫലത്ത്. ടിക്കറ്റ് എടുത്ത ടിക്കറ്റ് കൊണ്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പല്ലുകുത്തി, എന്നിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ തുപ്പി എന്ന് കളഞ്ഞു. വണ്ടി കയറി TTR ടിക്കറ്റ് അവിടെ വെച്ചു. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്തിപ്പോ ഉണ്ടായത്? ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് പിന്നെ അറിയില്ലേ? അറിയും. ഇന്ന് ഈ വണ്ടിക്ക് പോകാനുള്ളതാന്ന് അറിയില്ലേ? അറിയും. പൈസ പോകുന്ന അറിയില്ലേ? അറിയും. ഒക്കെ അറിയും. പിന്നെന്തേ പിന്നെ എന്തുകൊണ്ട് പല്ല് കുത്തിയത്? പറയേ. ഓഫലത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ നട്ടപ്പാതിരക്ക് പന്തളിക്കുന്നത്? ഓഫലത്ത്. എന്താണ് നമ്മളെ കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കാത്തത്? ഓഫലത്ത്. എന്താ നമ്മൾ ഇത്ര പോകുന്ന മൊബൈലിലുള്ള സിനിമയും കൊണ്ട് നടക്കുന്നത്? ഓഫലത്ത്. ഇത്ര പോകുന്ന പാള പോലത്തെ മൊബൈലും കൊണ്ടുള്ള സിനിമയും തമ്മാടിത്തരം കൊണ്ട് നമ്മൾ നടക്കാനുള്ള കാരണം എന്താ? സിനിമ തെറ്റാന്ന് നമുക്കറിയില്ലേ? അറിയും. പിന്നെന്താ? ഓഫലത്ത്. നാളെ രാവിലെ മരിക്കൂല നമുക്ക് ഉറപ്പുണ്ടോ? അല്ല, മരിക്കാം. പിന്നെന്തേ? ഓഫലത്ത്. അമ്മാ വല്ലാഹി ലൗ അലിമൽ അനാമു ലിമാ ഖുലിഖു ലമാ വഫലു. മനുഷ്യൻ സദാസമയം അവൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവന് ചിന്തയുണ്ടെങ്കിൽ അവനെ ഓഫലത്ത് വരികയില്ല, അവനെ ഓഫലത്ത് ബാധിക്കുകയില്ല. മരണം അവന്റെ മുന്നിൽ വരാനുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, മനസ്സ് തുറക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരാളെയും വിടൂല. സമയമെത്തിയാൽ പിന്നെ ഒരാളെയും വിടുകയില്ല. എത്ര രാജാവായിട്ടും കാര്യമില്ല, എത്ര വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടും കാര്യമില്ല, എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ് ആയിരുന്നു മണപ്പാട് ഹോസ്പിറ്റലിൽ നടത്തിയിരുന്ന ഡോക്ടർ അബ്ദുൽ ഗഫൂർ. നിങ്ങൾക്കൊക്കെ അറിയാം. ആ മണപ്പാട് ഹോസ്പിറ്റലാണ് പിന്നീട് ബേബി മെമ്മോറിയൽ ആയത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? KP ഹസനാജിയും അബ്ദുൽ ഗഫൂറും കൂടി വിശാഖപട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി യാത്ര പുറപ്പെടുക ആണ്.
വേറെ ഏതോ വഴിക്ക് മദ്രാസിൽ നേരത്തെ തന്നെ എത്തിപ്പോയി KP ഹസനാജി. പിന്നെ ഹസനാജി ഇങ്ങോട്ട് വന്നില്ല. അന്ന് രാത്രി വണ്ടിക്ക് പോകേണ്ടതാണ് രണ്ടാളും. പക്ഷെ ഹസനാജി നേരത്തെ മദ്രാസിലെത്തി. പിന്നെ ഫോണ് വിളിച്ചു, പഴയ ഫോണ്, വള്ളിമേലുള്ള ഫോൺ. ഉച്ചയ്ക്ക് ശേഷം പേഷ്യന്റിനെ ഇങ്ങനെ നോക്കാണ് ആര്, ഗഫൂർ. അപ്പോഴത്തിന് ബെല്ലടിച്ചു. ഹസനാജിയാണ് അപ്പുറത്ത്. മദ്രാസിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ നേരം വൈകുമോ? ഇല്ല, ഞാൻ നേരം വൈകൂല. മദ്രാസ് മേൽ നിങ്ങൾ നേരം, നിങ്ങൾ പേഷ്യന്റിനെ നോക്കിയിട്ട് നിങ്ങൾ നേരം വൈകിയാൽ മദ്രാസ് മേൽ പോകും? ഇല്ല, പോകൂല, ഞാൻ വരും. നാളെ രാവിലെ വന്നാൽ ഉടനെ അടുത്ത വിശാഖപട്ടണത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് പോകാനുള്ളതാണ്. ഞാനുണ്ടാവും, കൃത്യമായി ഞാൻ എത്തും. പേഷ്യന്റ് ഇങ്ങനെ മുന്നിൽ വന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും രംഗം 1984. പേഷ്യന്റ് ഇങ്ങനെ വന്നിരുന്നു. ഗഫൂറല്ലേ ആള്, ഗഫൂറിനെ പോലത്തെ ഒരു മനുഷ്യൻ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നോക്കി, ഇതിങ്ങനെ റിസീവർ ഇവിടെ അങ്ങനെ വെച്ച് എഴുതി ഷീട്ട് ഇങ്ങനെ എഴുതുന്നു. ആ ഷീട്ട് മക്കളാണ് പോകുന്നു. പിന്നെ ആ റിസീവർ ഇട്ടു, ആ ഷീട്ട് മക്കാണ് പോണു. അങ്ങനെയാണ് മരിച്ചു. ഓർമ്മല്ലേ? പറയ മനുഷ്യന്മാരെ. മനുഷ്യ ഒരാളെയും അള്ളാഹു നേരം വൈകിക്കുകയില്ല. ഇത് നമ്മുടെ ശൈശവ ദശയാണ്. ഇത് നമ്മുടെ ആണത്തത്തിന്റെ ദശയല്ല. ഇത് ദുനിയാവിലെ ജീവിതം ഒരു ശൈശവ ദശ മാത്രമാണ്, ഒരു ചെറിയ ചില്ലറ ദശ മാത്രമാണ്. നമ്മുടെ ജീവിതം ഖബറിലാണ്, നമ്മുടെ ജീവിതം മഹ്ശറിലാണ്, നമ്മുടെ ജീവിതം അതിനപ്പുറമുള്ള ലോകത്താണ്. ഇത് നമ്മുടെ ജീവിതം അല്ല, ഇത് നമ്മുടെ ജീവിതം അല്ല. ഇവിടെ ആളായിട്ട് എന്താ കാര്യം? ഇവിടെ ആളായിട്ട് എന്താ കാര്യം? ഇവിടെ ആളായി എന്താ കാര്യം? നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും, പറമ്പിൽ ബസാറുകാരും എല്ലാവരും, മലപ്പുറം ജില്ലക്കാരും കേരളക്കാരും കർണാടകക്കാരും തമിഴ്നാട്ടുകാരും ആന്ധ്രക്കാരും തെലുങ്കാനക്കാരും എല്ലാവരും തീരുമാനിച്ചു, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ നല്ലത് റഹ്മത്തുള്ള ഖാസിമിയാണ് എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ വരുന്ന 23-ാം തീയതി നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്തു. പിന്നെ ഒരു മാസം കൊണ്ട് ദമ്മിലിട്ട് പിറ്റത്തെ 23-ാം തീയതി ദമ്മ പൊട്ടിച്ച്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? മനസ്സിലായത് പറഞ്ഞത്? ഇന്ത്യയിലെ 135 കോടി ജനങ്ങളും എല്ലാവരും പറഞ്ഞു, BJP വരെ പറഞ്ഞു ഖാസിമിയാണെങ്കിൽ നമുക്ക് വിരോധമല്ല. കോൺഗ്രസും പറഞ്ഞു ഖാസിമിയാണെങ്കിൽ നമുക്ക് വിരോധമല്ല. ലീഗും പറഞ്ഞു ഖാസിമിയാണെങ്കിൽ നമുക്ക് വിരോധമല്ല. കമ്മ്യൂണിസ്റ്റും പറഞ്ഞു ഖാസിമിയാണെങ്കിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാസിമിയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഐക്യകണ്ഠേന ഇന്ത്യൻ പ്രധാനമന്ത്രി ടിക്കറ്റിലേക്ക് രാഹുൽ പറഞ്ഞു, ഞാൻ വയനാടല്ല, ഞാൻ ഒരു നാടും മത്സരിക്കണില്ല, ഖാസിമി പ്രധാനമന്ത്രിയാണെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരും ആനയിച്ച് ആമോദിച്ച് ഞാൻ വരുന്ന 23-ാം തീയതി എതിരില്ലാരങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് ദമ്മിലിട്ടിട്ട് പിറ്റേ 23-ാം തീയതി സാധനം പൊളിച്ച്. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു, ഇതാ ഖാസിമി ജയിച്ചു, ഐക്യകണ്ഠേന ഖാസിമി ജയിച്ചു, ഖാസിമി ജയിച്ചു. 24-ാം തീയതി ഖാസിമിയുടെ മയ്യത്തെടുക്കാൻ വന്നത് തീരുമാനിച്ചു. അങ്ങനെ ഖാസിമിയെ പിടിച്ചിട്ട് എന്ത് ചെയ്ത് മുങ്കർ നക്കീർ അടി കൊണ്ടേയിട്ടിട്ട് മുങ്കർ നക്കീർ വന്നു. അപ്പോൾ നമ്മൾ മുങ്കർ നക്കീറിനോട് പറയാൻ പറ്റുമോ, മുങ്കർ നക്കീറെ നിങ്ങൾ ഇന്നെ തല്ലരുത്, ഞാനിപ്പോ ഭൂമിന്റെ മുകളിലായിരുന്നെങ്കിൽ ഡൽഹിയിലൊക്കെ നടക്കണ പരിപാടി എന്തായിരിക്കും ഞങ്ങൾ വിചാരിച്ച്, ഒരു ചവിട്ട് ഏറെ കിട്ടുന്നല്ലാതെ എന്ത് കാര്യം? ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി ടിക്കറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, നിങ്ങൾക്ക് ബോധം വേണം, സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് യുവർ ഓണർ എന്ന് മുങ്കർ നക്കീറിനോട് പറഞ്ഞിട്ട് എന്താണ് ചങ്ങാതി കാര്യം? തലക്ക് കൊടുക്ക്. ഇതൊക്കെ ഏക് ദിൻ കാ സുൽത്താൻ, ഇതൊക്കെ ഒരു ദിവസത്തെ സുൽത്താനാണ്. എല്ലാവരും ഒരു ദിവസത്തെ സുൽത്താനാണ്. അങ്ങനെയാണ് ഏക് ദിൻ കാ സുൽത്താൻ. അത്രയാണ്. ഒരു കാര്യമില്ല. ഞാൻ നാടാകെ വെള്ളറിഞ്ഞിരുന്നു, ഒരു കാര്യമല്ല. നല്ല ആളാകെ വയറിഞ്ഞിരുന്നു, ഒരു കാര്യമല്ല. അത് വയറ് പറയേ, നീ കുല്ല് പറയേ, എന്തോ ആയിക്കോട്ടെ, മറബുക്ക ഒമെന്നെ ബിയുക്ക, നല്ല മറുപടി പറഞ്ഞാൽ ഉത്തരം കിട്ടും. എന്നാ ഉറങ്ങിക്കോ, ഇല്ലെങ്കിലോ മൂർത്ത മുതൽ കാല് വരെ ഞങ്ങൾ തല്ലും. ഇത് ഖാസിമിയാണോ കൂസിമിയാണോ ഞങ്ങൾ നോക്കൂല. ആര് പറയും? എന്താ മനുഷ്യന്മാരെ ഞങ്ങൾ മേപ്പോട്ട് നോക്കിയിരിക്കുന്നത്? മുങ്കർ നക്കീറിന് എന്ത് ഖാസിമി, എന്ത് പൈസി, എന്ത് ബാക്കവി, എന്ത് പ്രസിഡന്റ്, എന്ത് സെക്രട്ടറി?
ഞാൻ സമസ്തൻ്റെ പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു, ഞാൻ എൻ്റെ ഉപദേശക സമിതിയായിരുന്നു, ഞാൻ 40 അംഗത്തിൻ്റെയും മേലെ കുത്തിരുന്ന അതൊക്കെ ദുനിയാവിലെ സ്റ്റണ്ടുകൾ മാത്രമാണ് മനുഷ്യന്മാരെ. ആഖിറത്തിലൊന്നും ഉപകരിക്കൂല. ആഖിറത്ത് ഉപകരിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തം വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് വരി, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മറ്റൊക്കെ ദുനിയാവിൽ ഇങ്ങനെ വലിയതാക്കുക, ഞാൻ ഖാസിമിയാണ് എന്ന് പറഞ്ഞ് നീളംകുപ്പായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്നെ നല്ല കോയിറച്ചിയൊക്കെ തന്ന് ആദരിക്കാം. അങ്ങനെ ഞാൻ നല്ല കോയിറച്ചിയൊക്കെ തിന്ന് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം. الدنيا أقل من القليل وعاشقها أذل من الذليل. അതുകൊണ്ട് ഒരാളെ പൊരുത്തപ്പെടിച്ചിട്ട് കാര്യമില്ല, ഒരാൾക്ക് വേണ്ടിയും നടിച്ചിട്ട് കാര്യമില്ല, ഒരാൾക്ക് വേണ്ടിയും നീ നടനം നടത്തിയിട്ട് കാര്യമില്ല. നീ റബ്ബിന് വേണ്ടി ഒരുങ്ങിക്കോ. റബ്ബ് പറഞ്ഞെടുത്ത് നിന്നോ. നീയും ഞാനും റബ്ബിന്റെ അടിമയാണ്. ബാപ്പായുടെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. ആ ഇന്ദ്രിയത്തുള്ളി പോലും ബാപ്പായുടേതല്ല. ഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. ഒന്നും വിചാരിക്കരുത്. എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. മറ്റതൊക്കെ ദുനിയാവിന്റെ തെണ്ടുകൾ മാത്രമാണ്. ദുനിയാവിന്റെ മനാസിബുകൾ അതാർക്ക് ലഭിച്ച മൻസബാണെങ്കിലും അത് ദുനിയാവിന്റെ തെണ്ടുകൾ മാത്രമാണ്. അത് പരലോകത്ത് ഉപകരിച്ചോളം എന്നില്ല. പരലോകത്ത് ഉപകരിക്കണമെങ്കിൽ അവൻ പരലോകത്തെ അധിപതി റബ്ബാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരമെന്ന് ചോദിക്കും. അന്ന് എല്ലാവരും ഉണ്ടാകും. അന്നൊരാളുടെയും വായും മിണ്ടുകയില്ല. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാ രാജാവിന്റെ അഗ്നി ഉണ്ടാവും. ഉടുപുടല്ലാതെ അങ്ങനെ നിൽക്കും അള്ളാന്റെ കോടതിയിൽ. ഐഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തനബിയോട് ചോദിച്ചു, നബിയെ ഉടുപുടല്ലാതെ നിൽക്കുന്ന നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നോക്കിയാൽ അതൊരു വാഷളത്തരല്ലേ മാഷറിയില്? ഐഷ എന്ത് വിചാരിച്ച്? അവർ തമ്മിൽ നോക്കുകയില്ല. അതിനേക്കാൾ ഭയാനകമാണ് കാര്യം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിന്റെ മൻസബുകളാണ് ജനങ്ങളെ. ഒരാൾ ഖാസിമിയായി, ഒരാൾ വലിയ നേതാവായി, ഒരാൾ അങ്ങനെയായി, ഒരാൾ എങ്ങനെ. അതൊക്കെ ദുനിയാവിന്റെ സ്ഥാനങ്ങളും ഡെസിഗ്നേഷൻ മാത്രമാണ്. അതൊന്നും ആഖിറത്തിൽ ഉപയോഗിച്ചോളുന്നില്ല. ഒരാൾ ചെരുപ്പുത്തിയാണ് എന്നതുകൊണ്ട് ആഖിറത്തിൽ പരാജയപ്പെട്ടോളൊന്നുമില്ല. ഒരാൾ മക്കത്തെ ഇമാമായതുകൊണ്ട് ആഖിറത്തിൽ ജയിച്ചോളൊന്നുമില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുണ്ടോ? അള്ളാഹ് കോയിപ്പെട്ട ജയിക്കും, അള്ളാഹ് കോയിപ്പെട്ട് നീ പരാജയപ്പെടും. ഒരുത്തൻ ചെരുപ്പുത്തിയാണ്, ഒരാൾ മക്കത്തെ ഇമാമാണ്. ഒന്നും അള്ളാന്റെ അടുത്ത് കണക്കില്ല. അതൊക്കെ ദുനിയാവിലെ മൻസബുകളാണ്. ഞാനും വലിയ ഉപമ പറയാനില്ലല്ലോ. നാട്ടിലെ ഏറ്റവും അടിസ്ഥാന തൊഴിലാണ് ചെരുപ്പുത്തല്. ഇപ്പൊ ചെരുപ്പന്നെ അവസാനം കീറിയാൽ വലിച്ചെറിയാന്നല്ല, ചെരുപ്പുത്തിക്ക് തന്നെ പണിയില്ലാത്ത കാലമാണ്. പഴയ കാലത്തെ പാളയത്തൊക്കെ അങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ആളുകളെയും കാണാനില്ല. കുത്തണ ചെരുപ്പ് ഇല്ലാത്തത് കൊണ്ടോ അതല്ല പൈസ ഏറിയതുകൊണ്ട് ആരും കുത്തിയ ചെരുപ്പ് ഇല്ലാത്തത് കൊണ്ടോ അള്ളാഹു ആലം. ഏതായാലും ചെരുപ്പ് കുത്തികൾ വരെ മര്യാദക്ക് കച്ചവടം നടക്കാത്തൊരു കാലമാണ് ഈ കാലം. അപ്പൊ അങ്ങനത്തെ ഒരു ആർക്കും വേണ്ടാത്ത തൊഴിലാളിയായ ചെരുപ്പൂത്തി ആയതുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ പരാജയപ്പെട്ടോണം എന്നില്ല. മക്കത്തെ ഇമാമായതുകൊണ്ട്, ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ ഖുതുബ ഓതിയ ഔലിയ ആയതുകൊണ്ട് പരലോകത്ത് ജയിച്ചോളണം എന്നുമില്ല. ദുനിയാവിന്റെ സ്ഥാനമാനങ്ങളാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ചെരുപ്പത്തി ജയിച്ച് എന്റെ ഇമാമ തോറ്റു, അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു കാക്കട്ടെ. ഇമാമ തോൽക്കാൻ വേണ്ടിയും ചെരുപ്പത്തി ജയിക്കാൻ വേണ്ടിയും പറയാനില്ല. ഇവിടെയൊക്കെ പ്രശ്നം എന്താണ്? അള്ളാഹ് വഴിപ്പെട്ടോ വഴിപ്പെട്ടില്ലേ? അള്ളാഹ്ക്ക് വഴിപ്പെട്ടോ വഴിപ്പെട്ടില്ലേ? എത്ര നോട്ടുള്ളൂ? ചിന്തിക്കും. من أطاعني دخل الجنة ومن عصاني فقد أبى. من أطاعني دخل الجنة ومن عصاني فقد أبى. قال رسول الله. എനിക്ക് വഴിപ്പെട്ടാൽ സ്വർഗ്ഗത്തിൽ കടക്കും, വഴിപ്പെട്ടില്ലേ നരകത്ത് പോവും. അള്ളാഹിന്റെ മേലായ പദവി കിട്ടിയിട്ടില്ലെങ്കിൽ ഒക്കെ പോയി പോവും. നമ്മക്കത്തെ ഇമാമായിരുന്നു മുങ്ക് നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ മുക്കത്തെ ഇമാമായിരുന്നു എന്ന് പറയാൻ നാണിച്ച് പറയും വേണ്ട.
ചിലപ്പോൾ മക്കത്തെ ഇമാമ തോൽക്കുകയും മുക്കത്തെ ഇമാമ ജയിക്കുകയും ചെയ്യാം. അതൊന്നും കണക്കില്ല. അള്ളാഹ് വഴിപ്പെട്ട വഴിപ്പെട്ടില്ല എവിടെ കണക്കില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇഖ്ലാസോടുകൂടി പഠിച്ചവനെ വഴിപ്പെടുക. ഇവിടെ ഒരാളും വലിയതില്ല, ഒരാൾക്കും അറിയായ്മയൊന്നുമില്ല. അറിയില്ല, എല്ലാവർക്കും അറിയും, എല്ലാവർക്കും അറിയും. അതുകൊണ്ട് പടച്ച തമ്പുരാന് വേണ്ടി ഇറങ്ങുക ജനങ്ങളെ. റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിലേക്ക് പൊട്ടിക്കരയേണ്ട മാസമാണ്. അള്ളാഹുവിലേക്ക് പൊട്ടി വീഴേണ്ട മാസമാണ്. ഇത് അള്ളാഹുടെ മാസമായ റജബാണ്. പൊട്ടിക്കരഞ്ഞ് അള്ളാഹിനോട് പറയാ, റബ്ബേ ഞാൻ ദോഷിയാണ്, നീ എന്നെ സ്വീകരിക്കണമേ. റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ വല്ലാത്ത കരുണയുള്ള റബ്ബാണ്. അവൻ നമുക്ക് തുറന്നു തരട്ടെ, അവൻ നമ്മുടെ ദോഷങ്ങളെ പുറത്തു തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം, ചിന്തിക്കുക. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ ആയത്താണിത്. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മനുഷ്യൻ ഇല്ലാമൻ താബ, തൗബ ചെയ്യാൻ തയ്യാറായി. അല്ലാഹ് ഇനി തെറ്റിയൂല, കഴിഞ്ഞു. വആമന, ഈമാനിലേക്ക് മടങ്ങി. സ്വാലിഹായ അമലിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു എങ്കിൽ അവരെ ചീത്തകൾ മാറ്റിയിട്ട് അവിടെ മായ്ച്ചാൽ അല്ലാഹു നല്ലത് എഴുതി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ചീത്ത മായ്ച്ചിട്ട് അവിടെ അല്ലാഹു തആല നല്ലത് അങ്ങനെ എഴുതി കൊടുക്കും. അള്ളാഹുവിന്റെ സ്വയം ഔദാര്യം അല്ലാഹു നമുക്ക് തരട്ടെ. മനസ്സ് തുറക്കുക, അല്ലാഹു നമുക്ക് തരട്ടെ. ഇവിടെ ആരും വലിയതാകേണ്ട മനുഷ്യന്മാരെ ഒരാളും വലിയതായിട്ട് കാര്യമല്ല. ജനിച്ചപ്പോൾ ആദ്യം നമ്മൾ കേട്ട വർത്താനം എന്താണെന്നറിയോ? എടാ ഇജൊന്നല്ല, അല്ലാഹു അക്ബർ, വലിയവൻ ആരാണ്? അല്ലാഹ്. മരിക്കണ നേരത്ത് 3 കഷ്ണം മുണ്ടിൽ കെട്ടിയിട്ട് നമ്മളെ കൊണ്ടെന്ന് വെച്ചിട്ട് അവസാനം കേൾക്കണതും അത് തന്നെയാണ്, അല്ലാഹു അക്ബർ. നിങ്ങളിൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചവനെ. ജനിച്ചപ്പോൾ നമ്മൾ ഈ ചെവിയിൽ 4 വട്ടം ആദ്യം കേട്ടത് അല്ലാഹു വലിയവനാണെന്നാണ്. മരിക്കുമ്പോൾ നമ്മളെ മുണ്ട് കെട്ടിയിട്ട് കൊണ്ടെന്ന് അവസാനം കേൾക്കണതും അല്ലാഹു അക്ബർ തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ? പറയേ എന്താ ഇതിന്റെ അർത്ഥം? ഇതൊന്നുമല്ല, വലിയവനല്ലയാണ്, ഇതൊന്നുമല്ല. നോക്കി നിങ്ങൾ എന്താ ഈ പറഞ്ഞതിന്റെ ഉള്ളു? ജനിച്ചപ്പോ കുട്ടിയുടെ വലത്തെ ചെവി നോക്കിയിട്ട്, ചെറിയ കുട്ടിയാണ്, ചെവിന്റെ പാട പൊട്ടാൻ പാടില്ല. എന്നാലും അല്ലാഹു തആല കുട്ടീന്റെ ചെവിന്റെ പാട പൊട്ടാൻ പാടില്ല. അതുകൊണ്ട് 1 വട്ടം പറഞ്ഞാൽ മതി എന്നല്ല പറഞ്ഞില്ല, 4 വട്ടം തന്നെ പറഞ്ഞാളാ. 4 അള്ളാഹിന്റെ രഹസ്യ. അള്ളാഹു എന്നതിൽ അക്ഷരം പോലും 4. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലാവണില്ലേ? 4-ൽ ഒരു രഹസ്യം കിടക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ 4 വട്ട ഈ ചെവിയിലാണ് കേൾപ്പിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ചെവിയിലാണ് കേൾപ്പിക്കും. ചെറിയ കുട്ടിയാ, ചെറിയ പൈതലാ, അവൻ ചെറുതല്ലേ. അതുകൊണ്ട് 1 വട്ടം പറഞ്ഞാൽ മതി എന്ന് പറയില്ല അല്ലാഹു. എത്ര വട്ടം തന്നെ പറയണം? 4 വട്ടം തന്നെ പറയണം. അവന്റെ ചെവി പൊട്ടിയാൽ മళ్ళ പൊട്ടിയൊന്നുമില്ല, ഇതിലേക്ക് കയറണം. ഇത് വലിയതാകാൻ നോക്കണ്ട, ഇത് ചെറിയ തന്നെയാണ്. ഇടത്തെ വാതിൽ ഇടത്തെ ചെവിയിലും കയറി, അവിടെയും പറയുന്നത് അല്ലാഹു അക്ബർ, വലിയ തന്നെയാണ്. ചിന്തിക്ക്. പിന്നെ 5 വഖത്തിൽ നാട്ടിൽ നിന്നവനെ പള്ളിയിൽ വിളിക്കുന്നതും വിളിച്ച് പറയുന്നതും അതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാങ്കിൽ 3 വട്ടമാണ്. അല്ലാഹു അക്ബർ ബാങ്കിൽ 6 വട്ടമാണ്. ആദ്യം 4-ഉം പിന്നെ 2-ഉം. എന്റെ അർത്ഥം എന്താ? വലിയതാകാൻ നോക്കണ്ട, വലിയതാകാൻ നോക്കണ്ട, ഒതുങ്ങിക്കോ. അവസാനം മുണ്ടിൽ കെട്ടിക്കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് പിന്നെ ഒരാൾ ഇമാമത്ത് നിൽക്കും. ഇതാ ബാക്കിയുള്ള ആളുകൾ മൗമുമീങ്ങളാകും. അവിടെയും പറയുന്നത് 4 തക്ബീറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആദ്യം തുടങ്ങിയ 4 തക്ബീർ, ആ 4 തക്ബീറോടുകൂടി അവസാനിച്ച് ഇനി താഴേക്ക് കൊണ്ടുപോകും. ഇതിന്റെ സാരാംശം നീയും ഞാനും ഉൾക്കൊണ്ടാൽ ജയിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ സാരാംശം ഉൾക്കൊണ്ടാൽ ജയിക്കും. അതിന്റെ സാരാംശം എന്താ? പടച്ചോനെ വല്യോനുള്ളൂ, അല്ലാഹ് കോയിപ്പെടുക, നല്ല പോലെ നിസ്കരിക്കുക, അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി നിസ്കരിക്കുക. പടച്ചോൻ തൗഫീഖ് തരട്ടെ, നല്ല ഇഖ്ലാസോട് കൂടി.
മുഅ്മിനെ ചിന്തിക്കണം. അല്ലാഹുവോട് നട്ടപ്പാതിരക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. ഇതാ 2 മാസം നമ്മളെ മുന്നിൽ വരാനുണ്ട്. അത് ചെറിയ മാസമല്ല. ഒന്ന് ശഅബാനാണ്. ശഅബാനു ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. റമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ എന്റെ സമുദായത്തിന്റെ മാസവുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. റജബ് അവസാനിക്കാണ്. റജബിൽ അവസാനിക്കാണ്. അല്ലാഹുവോട് പറഞ്ഞാളി, പൊട്ടിക്കരഞ്ഞാളി. സമുദ്രത്തിൽ മുങ്ങുമ്പോൾ ദ്വാർക്കും പോലെ ദ്വാർന്നാൽ ആളുകളല്ലാതെ അന്ത്യനാളിലെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ ഒരു വർത്തമാനമാണ്. ഇതാ ഒരു കാലം വരാൻ പോകുന്നു. നിങ്ങൾ പോയി എഴുതിച്ചോളൂ, ഇതടുത്ത് സംഭവിക്കും. ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്ന ആൾക്ക് കൊതി വന്നു പോകും. പഠിച്ചോനെ, ആ ഖബറിൽ കിടക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതി വന്നു പോകും. അങ്ങനത്തെ ഒരു കാലം വരാൻ പോവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.